ഡയാനെ രചന ഡാൻസറാണ്. ഈ ഹ്യൂമറും അഭിനയവും ഒക്കെ പിന്നെ അതിന്റെ കൂടെ ബോണസ് കിട്ടിയ സാധനങ്ങളാണ്. ആദ്യ നായകൻ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല രചന നല്ലൊരു ടീച്ചറും കൂടിയാണ്. നല്ല ടീച്ചറാ. നിനക്ക് എങ്ങനെ അറിയാം? നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? ടീച്ചറാണ് എനിക്ക് തൃശ്ശൂരിന്ന്. നിന്നെ പഠിപ്പിച്ച 2 ടീച്ചർമാരുടെ പേര് പറയാവോ? രത്നോൽ ടീച്ചർ, സതിദേവി. ഈ ഗന്ധമു ഗയ്യരുകയുടെ അർത്ഥം അപ്പൊ ഗന്ധമു പൊയ്യരുകയുടെ അർത്ഥം എന്താണെന്ന് ചേട്ടന് അറിയാം? എനിക്ക് ഇത് കന്നഡയാണെന്ന് മാത്രം അറിയാം. പനിനീര് തെളിക്കുക എന്നാണ് പറയണത്. പനിനീര് തെളിയാനെന്നാണോ? പനിനീര് തെളിയാനേ അതുപോലെ. അതായത് ഗന്ധം പടരട്ടെ, പടർത്തട്ടെ എന്ന് സാധ്യതയുണ്ട്. അതായത് ഇൻവൈറ്റിംഗ് ദ ഹീറോ. ഇൻവൈറ്റിംഗ് ദ ഹീറോ. ഇൻവൈറ്റിംഗ് ദ ഹീറോ. ശിവരാജ് കുമാറിന്റെ കൂടെ ഒരു ഫിലിം കന്നഡ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരാണ് അതിന്റെ മെയിൻ റോഡ്. അപ്പോൾ ഞാൻ പോലീസ് ഓഫീസറാണ്. അപ്പോൾ അതിന്റെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇതാണ് ചുമ്മാ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഐ കസിൻസ് അല്ലേ അറിയാം തൊബ്ര മാടിക്കൊണ്ടിരുന്നത്. ബാക്കി ആക്ഷനൊക്കെ വേറെ. ഞാൻ അവിടെ വന്ന് കാണാൻ പറ്റില്ല, പറയാൻ അത് മാത്രം അറിയാവൂ. എനിക്ക് രചനയുടെ ഡാൻസ് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം പറയാം. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത്, ഞാൻ ആളുകളുടെ പേരെ ഒന്നും പറയുന്നില്ല, കോളേജ് പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു കുട്ടിയോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങോട്ട് പാർവതി ചേച്ചിക്ക് അറിയോ ഇത്? ഈ കഥ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ കോളേജ് പഠിക്കുമ്പോൾ ഒരു 1 സൈഡ് ലവ് എന്ന് പറയില്ലേ, എനിക്കിഷ്ടമായിരുന്നു. ആ കുട്ടി ഇന്നേ വരെ എൻ്റെ മുഖത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 1 വർഷം കഴിഞ്ഞു, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴും എന്തെങ്കിലും നോക്കുമെന്ന് വിചാരിച്ച് നടന്നു, ഇല്ല. അങ്ങനെ കോളേജ് തീരുന്നു, ലാസ്റ്റ് സെലിബ്രേഷൻ കോളേജ് അടയ്ക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജിൽ ആ കുട്ടി നന്നായി ഡാൻസ് ചെയ്തേ പോലെ. അപ്പോൾ ആ ഡാൻസിന്റെ സമയത്ത് ഞാൻ വിചാരിച്ചു അപ്പോഴെങ്കിലും പോയിട്ട്, അപ്പോൾ സൈഡിൽ NCCയുടെ കുട്ടികളാണ് ഈ കത്തം വലിക്കാനൊക്കെ നിൽക്കുന്നത്. അവൻ്റെ അടുത്ത് പോയി പറഞ്ഞു, മോനെ ഞാനിവിടെ ഇരിക്കാം, അങ്ങനെയെങ്കിലും അടുത്ത് കാണാമല്ലോ, 1 പ്രാവശ്യം നോക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഇരുന്നു. അപ്പോഴും ബാക്കി എല്ലാവരും നോക്കുന്നുണ്ട്, എന്നെ മാത്രം നോക്കില്ല, ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കില്ല. എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് ആ കയറ് ലാസ്റ്റ് ആ കുട്ടി പറയുന്നത് ഞാൻ കേട്ടു. ലാസ്റ്റ് ഒരു ഭരതനാട്യത്തിലൊരു പോസ് ഉണ്ട്, ആ പോസിൽ വരുമ്പോൾ കട്ടൻ ആ സമയത്ത് കിട്ടണം കേട്ടോ, ആ ഓഡിയൻസ് ക്ലാപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുക. അവിടെ ഇരുന്ന് ഞാൻ കെട്ടിയ കയറ് ജന്മകാലം കൊണ്ട് 1.5-2 മണിക്കൂർ എടുത്താൽ അഴിക്കാൻ വയ്യാത്ത പോലെ കെട്ടി ആ ദേഷ്യം മുഴുവൻ 2 വർഷത്തെ തീർത്ത് ഞാൻ. ദേഷ്യം തോന്നുന്നു എന്നെ തിരിഞ്ഞു നോക്കില്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഈ കുട്ടി അവസാനം അങ്ങനെ ഒരു പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവിടെ ആൾക്കാരെ ട്രൈ ആ കെട്ടഴിക്കാൻ വേണ്ടി മുഴുവൻ നോക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ആടി തുടങ്ങി, ഇങ്ങനെ പിള്ളേര് കൂവി തുടങ്ങി, ബാലൻസ് പോയി തുടങ്ങി. എന്നാ പിന്നെ നേരെ ഇങ്ങനെ വന്നിട്ട് രചനയൊക്കെ ചെയ്യുന്ന പോലെ തൊഴുതിട്ടങ്ങ് പോയാ പോരെ. കുറെ നേരം നിന്നിട്ട് ഇങ്ങനെ അങ്ങനെ പോയി. എന്തിനാ അങ്ങനെ പോയത്? കൂവി അതിനെ അടുത്ത ദിവസം കോളേജിൽ വന്നപ്പോ പിള്ളേര് മുഴുവൻ അങ്ങനെ പിന്നെ കണ്ടിട്ടില്ലേ. അതിനുശേഷം എൻ്റെ ഒരു വാലറ്റം കൂടി ഉണ്ട്. ബോംബെ ഷൺമുഖാനന്ദയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാ. അവിടെ ചെന്നപ്പോൾ പ്രോഗ്രാം നടത്തുന്ന ആൾ പറഞ്ഞു, ഇത് കഴിയുമ്പോൾ വീട്ടിലേക്ക് വരണേ, ഫുഡ് എൻ്റെ വീട്ടിൽ അറേഞ്ച് ചെയ്ത്. അവിടെ ചെന്ന് ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ ദേവന്നോ അയാളുടെ ഭാര്യ അത്. അല്ല കഴിക്കൂ, വേണ്ട വല്ല വിഷവും കഴിക്കൂ. അതുമല്ല, നമ്മൾ പ്രേമിച്ച ആൾക്കാരെ വേറെ ആൾക്കാർ കെട്ടണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യവും സങ്കടം ഒക്കെ വരും. പുള്ളി എന്നെ പറഞ്ഞു, ഇതിന് നിങ്ങൾ തമ്മിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞു. ആ കഥ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഏതാ അത്? നീ തന്നെ പറയാ. ഞാൻ പറയാൻ പോണ കഥയെന്ന് പറഞ്ഞാല്, ഞാനും ഒരു കൂടിയുള്ള സ്റ്റേജിലാണ് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഡാൻസർമാരാണല്ലോ, അപ്പൊ ഇങ്ങനെയൊക്കെ എടുത്തിട്ടൊക്കെ പോണ ആൾക്കാരാണല്ലോ. കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ അവിടെ മര്യാദക്ക് അങ്ങോട്ട് പോയി. അതായത് അവര് ഡാൻസ് കളിച്ചിട്ട് കൂടെയുള്ള പിള്ളേര് തിരിഞ്ഞ് പോയി. ഈ കുട്ടി ഭയങ്കര ഡാൻസർ ആയതിന്റെ പേരിൽ ഇങ്ങനെ 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 പോയിട്ട് ഒരു കമ്പി ഉണ്ടായിരുന്നു. അത് രചന ചേച്ചിക്ക് ഇവിടെ ഒരു ഡാൻസ് കളിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ മുഴുവൻ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കഥകളാണ് അല്ലേ? രസകഥാനായകൻ. സോ ഹാപ്പി. ശരിക്കും ഒരുപാട് 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 സന്തോഷം. പിഷു ഇങ്ങനെ വിളിച്ചപ്പോൾ, അതും ജയറാമേട്ടൻ്റെ ഒരു ഷോയില് ഇങ്ങനെ ഭാഗമാവാൻ സാധിച്ചതിലും എന്നെ ക്ഷണിച്ചതിലും
ഒരുപാട് ഒരുപാട് താങ്ക്സ്.